ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ റൈസ് ആണ്. അതിനായി ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ച് കടുക് കറിവേപ്പില ഇട്ട് മൂപ്പിക്കുക. ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചുവന്നുള്ളി പച്ചമുളക് അരിഞ്ഞതും ഇട്ട് നന്നായി ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴണ്ട് പച്ചമണമെല്ലാം മാറി വരുമ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി മൂപ്പിക്കുക. മസാല നന്നായി മൂത്ത് വരുമ്പോൾ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി ഇളക്കി 5 മിനിറ്റ് അടച്ചു വെച്ച് ആവിയിൽ തക്കാളി വേവിക്കുക. അതിനുശേഷം അടപ്പ് തുറന്ന് മസാല ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് പാനിൻ്റെ ഒരു സൈഡിലേക്ക് നീക്കി വെച്ചതിനു ശേഷം അതേ പാനിലേക്ക് തന്നെ 2 മുട്ട പാനിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി മുട്ട നന്നായി ചെക്കിയെടുക്കുക. മുട്ട നന്നായി വെന്ത് വരുമ്പോൾ മാറ്റിവെച്ച മസാലയും കൂട്ടി ഇളക്കുക. അതിനുശേഷം വേവിച്ചു വെച്ച ചോറ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് ചോറും തട്ടിപ്പൊത്തി മുകളിൽ മല്ലിയിലയും ഇട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ചെറുതീയിൽ വെക്കുക. മുട്ടച്ചോറ് റെഡിയായി. സാധാരണ ചോറുണ്ണാൻ മടിയുള്ള മക്കൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. സൈഡ് ഡിഷായി ഞാൻ എടുത്തിരിക്കുന്നത് അച്ചാറും സാലഡും പപ്പടവുമാണ്. ഇത് ഞാൻ റെഡിയാക്കിയത് സാധാരണ വെള്ളച്ചോറ് കൊണ്ടാണ്. ബിരിയാണി അരി കൊണ്ടും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടുമൊക്കെ ഇങ്ങനെ റെഡിയാക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.